കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ സഭയിൽ നമ്മുടെ അമ്മ മാതാവിൻ്റെ വിവിധങ്ങളായ പ്രത്യക്ഷീകരണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പ്രത്യക്ഷീകരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യക്ഷീകരണമാണ് കർമ്മല മാതാവിൻ്റെ പ്രത്യക്ഷീകരണം. 1251 ജൂലൈ മാസം 16-ാം തീയതി വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പ്രത്യക്ഷീകരണം, പരിശുദ്ധ അമ്മയും തൻ്റെ ഒരു കൈയിൽ ഉണ്ണിയേശുവും മറുകൈയിൽ ഉത്തിരിയവും അസംഖ്യം ആഗമന അകമ്പടിയോടുകൂടി ഇംഗ്ലണ്ടിലെ എയിൽസ്ഫോർഡിൽ അമ്മ ഇറങ്ങി വന്ന ആ പുണ്യഭൂമിയിലാണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് കർമ്മലിത്ത സഭയുടെ 6ാമത്തെ സുപ്പീരിയർ ജനറലായിരുന്നു. തൻ്റെ സഭയിൽ ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടു. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറമേ. സഭയ്ക്കുള്ളിൽ പല അനൈക്യങ്ങൾ, അസ്വസ്ഥതകൾ, അന്തചിത്രങ്ങൾ. ഇതുമൂലം അദ്ദേഹം വല്ലാതെ മാനസികമായി പ്രയാസപ്പെട്ടു. സഭയ്ക്ക് പുറമെ സഭയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന, കർമ്മലിത്ത സഭയെ തടയുന്ന നിരവധിയായ ശത്രുക്കളും മറ്റു പല സംവിധാനങ്ങളും സഭയ്ക്ക് പുറമേ ഉണ്ടായിരുന്നു. ഇതിനെ ഓർത്തുള്ള ഭാരം മൂലം തൻ്റെ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം എയിൽസ്ഫോർഡിൽ ആശ്രമ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 1251 ജൂലൈ മാസം 16-ാം തീയതി അതിരാവിലെ പരിശുദ്ധ അമ്മ മാതാവ് സ്വർഗം വിട്ടിറങ്ങി വരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ ഒരു കയ്യിൽ ഉണ്ണിയേശു, മറുകൈയിൽ ഉത്തിരിയും ഉണ്ടായിരുന്നു. നിരവധി മാലാഖമാരുടെ അകമ്പടിയോടെ അമ്മ ഇറങ്ങി വന്നു സൈമൺ സ്റ്റോക്കിനെ നേരെ പുഞ്ചിരിച്ച് അമ്മ പറഞ്ഞു, എൻ്റെ മകനെ, നീ നിന്റെ സഭയോർത്ത് അസ്വസ്ഥനാകേണ്ട, നീ ഇത് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് ഉത്തിരിയും സൈമൺ സ്റ്റോക്കിന് കൊടുക്കുകയാണ്. ഉത്തിരിയും അണിയാൻ പറയുകയാണ്. തൻ്റെ സമൂഹാംഗങ്ങളെയെല്ലാം ഏറ്റവും യോഗ്യതയോടുകൂടി ഉത്തിരിയും ധരിപ്പിക്കാൻ പറഞ്ഞു. ഇത് ധരിച്ച് മരിക്കുന്ന ആത്മാക്കൾ നിത്യ നരകാഗ്നിക്ക് ഇരയാവുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരെ സംരക്ഷിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഉത്തിരിയും ധരിക്കുന്നവർക്ക് നിരവധിയേറെ വാഗ്ദത്തങ്ങൾ പരിശുദ്ധ അമ്മ മാതാവ് നൽകുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർമ്മലിത്ത സഭയിലെ സഭാംഗങ്ങൾ ഏറ്റവും ഒരുക്കത്തോടെ ഉത്തിരിയം ധരിച്ചു. പിന്നീട് പരിശുദ്ധ അമ്മ മാതാവിലൂടെ സഭയിൽ നേരിട്ട പ്രതിസന്ധികളിൽ ശക്തമായ ദൈവിക ഇടപെടലുകളുണ്ടായി. അങ്ങനെ കർമ്മല സമൂഹം യൂറോപ്പിൻ്റെ മണ്ണിൽ ശക്തമായി തളച്ചു വളരുകയാണ്. നമുക്ക് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. വരുന്ന ജൂലൈ 16-ാം തീയതി ആഗോള സഭയിൽ കർമ്മലിത്ത അമ്മയുടെ തിരുനാളാണ്. നമ്മുടെ സഭയിലും നിരവധിയേറെ പ്രശ്നങ്ങളുണ്ട്. സഭയുടെ അസ്വസ്ഥതകൾ, അനൈക്യങ്ങൾ, കലഹങ്ങൾ, ഭിന്നതകൾ. ഇവിടെയെല്ലാം ശക്തമായ ദൈവിക ഇടപെടലുകൾ സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യക മാതാവിനോട് സംഭവിക്കുവാൻ നമ്മുടെ സഭയ്ക്ക് വേണ്ടി കർമ്മലിത്ത അമ്മയുടെ മാധ്യസ്ഥം തേടി കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിലും നിസാര കാര്യങ്ങളെ പ്രതി കലഹങ്ങളും ബഹളവും അടിയും വഴുക്കും ഒരു സോറി പറഞ്ഞു തരുന്ന വിഷയമാണ് സഹോദരങ്ങളെ സുപ്രീം കോടതി വരെ പോകുന്നത്. പരസ്പരം എളിമപ്പെടുവാനോ ക്ഷമിക്കുവാനോ സഹിക്കുവാനോ പൊറുക്കുവാനോ കഴിയാത്ത വിധം അനാവശ്യമായ ഈഗോ മൂലം എത്ര കുടുംബങ്ങളാണ്, ദാമ്പത്യങ്ങളാണ് ഇന്ന് തകർന്ന് തരിപ്പണമാകുന്നത്. നമ്മുടെ കുടുംബങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർമ്മലിത്ത അമ്മയുടെ സഹായം തേടാം. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ യുവജനങ്ങളെ എല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഈ പുണ്യഭൂമിയിൽ നിന്ന് നിങ്ങൾക്കായി സന്ദേശം തരുമ്പോൾ എൻ്റെ ഹൃദയം ഒത്തിരിയേറെ ആനന്ദിക്കുകയാണ്. അമ്മയുടെ നിറ സാന്നിധ്യം ഈ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവകൃപയും ദൈവാനുഗ്രഹവും ധാരാളമായി അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും.